CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ജില്ലയിലെ 3 മണ്ഡലങ്ങളെയും LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചല്ലോ. 3 സീറ്റിലും LDF സ്ഥാനാർത്ഥികൾ തന്നെ വിജയിക്കുമോ? കൽപ്പറ്റയിലും മാനന്തവാടിയിലും UDF നിന്ന് LDF തിരിച്ചുപിടിക്കുമോ? LDF ഉജ്ജ്വല വിജയമാണ് വയനാട് ജില്ലയിൽ നേടാൻ വേണ്ടി പോകുന്നത്. 3 നിയമസഭാ മണ്ഡലങ്ങളിലും കൃത്യമായി നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. മികച്ച സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3 മണ്ഡലത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വയനാടിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അങ്ങേയറ്റം ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇക്കാലയളവിൽ മുന്നോട്ട് പോയത്. കഴിഞ്ഞ 10 വർഷം വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനം ഗവൺമെന്റ് നേരിട്ട് യാഥാർത്ഥ്യമാക്കിയ വർഷങ്ങളായിരുന്നു. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ തുരങ്കപാത. വയനാടിന്റെ യാത്രാ പ്രശ്നങ്ങൾക്കും സമഗ്ര വികസനത്തിനും കാരണമാകുന്ന ഏറ്റവും യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സമഗ്ര വികസനത്തിനും കാരണമാകുന്ന തുരങ്കപാത യാഥാർത്ഥ്യത്തിൽ കിടക്കുന്നു. വയനാട് മെഡിക്കൽ കോളേജ് മാനന്തവാടി യാഥാർത്ഥ്യമായിരിക്കുന്നു. വയനാടിന്റെ സ്റ്റേഡിയങ്ങളൊന്നും സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. വയനാടിന്റെ റോഡുകളും പാലങ്ങളും എല്ലാം വികസനത്തിന്റെ പാതയിലേക്ക് ഗവൺമെന്റ് കിഫ്ബിയിൽ ഉൾപ്പെടെ ഫണ്ട് വകയിരുത്തിക്കൊണ്ടാണ് നടത്തിയത്. തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് മികച്ച വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വയനാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്.